ന്യൂസിലൻഡ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് കടക്കുമ്പോൾ യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനക്കാര്യത്തിൽ നിന്നും ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദിയാധനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെയുള്ള ശ്രമം. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത്. കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ചർച്ചകളും നിർണായകമായി. അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം എതിർക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തലാലിന്റെ സഹോദരൻ എതിർപ്പ് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നതായുള്ള റിപ്പോർട്ടുകളും വരികയാണ്. വധശിക്ഷ തന്നെ നൽകണം, ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. കാന്തപുരം നടത്തിയത് മനുഷ്യത്വപരമായ ഇടപെടലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. നൽകിയത് മഹത്തായ സന്ദേശമാണെന്നും കാന്തപുരത്തെ സന്ദർശിച്ച ശേഷം MV ഗോവിന്ദൻ പ്രതികരിച്ചു. വളരെ ഗൗരവമുള്ള പ്രശ്നം നമുക്കെല്ലാം അറിയുന്നതുപോലെ നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. 1920 മുതൽ ഈ പ്രശ്നം ലോകത്തിന്റെ വിവിധ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ വിധി നടപ്പിലാക്കുന്നു എന്ന ഘട്ടം വന്നപ്പോൾ അതിൽ ഇടപെട്ട് കാന്തപുരം വകുപ്പ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട കൗൺസിലറായി ഇപ്പോൾ മാറിയിരിക്കുക. കാരണം മാധ്യമങ്ങളെല്ലാം കാന്തപുരം APയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ മൂല്യമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത്. മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് നടക്കുന്ന ചർച്ചകൾ, അത് കാന്തപുരത്തിന്റെ ഇടപെടൽ ഒരു വശത്ത്, കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായിട്ടുള്ള ഇടപെടൽ മറുവശത്ത്. പക്ഷേ അപ്പോഴും ഈ പന്ത് എന്ന് പറയുന്നത് തലാലിന്റെ കുടുംബത്തിന്റെ കോർട്ടിൽ തന്നെയാണ്. നേരത്തെയും ഇതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതൊരു പ്ലാൻഡ് മർഡറാണ്, ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ചതല്ല, കരുതി കുട്ടിയുള്ള കൊലപാതകമാണ് എന്നുള്ള പ്രതികരണങ്ങൾ പലപ്പോഴായിട്ട് ഈ കുടുംബം നടത്തിയ റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. ആ തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെ തലാലിന്റെ സഹോദരൻ വീണ്ടും നടത്തുന്നു എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ദിയാധനം സ്വീകരിപ്പിക്കുന്നതിൽ എത്രത്തോളം പ്രതീക്ഷയാണ് ഉണ്ടാകുക? കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞതുപോലെ ഇതിൽ ചെയ്യാവുന്നതിനപ്പുറത്തേക്ക് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഏത് തരത്തിൽ ഈ സ്വാധീനിക്കാൻ കഴിയും? എന്ത് ചിത്രമാണ് വ്യക്തമാകുന്നത് ഈ നിമിഷത്തിൽ? അപർണ, തുടർച്ചയായ മൂന്നാം ദിവസവും ഈ മധ്യസ്ഥ ചർച്ച തുടരാൻ പോവുകയാണ്. അതായത് ഇന്ത്യൻ സമയം 1 മണിക്കാണ് ഈ ചർച്ച ആരംഭിക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ തലാലിൻ്റെ സഹോദരൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലും പിന്നോട്ടില്ല, ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഞാൻ വായിക്കാം അപർണ. അതായത് മുൻ വർഷങ്ങളിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും ഞങ്ങളുടെ നിലപാടിൽ 1 ഇഞ്ച് പോലും മാറ്റമുണ്ടാക്കിയിട്ടില്ല. ഒരാൾ കൊല്ലപ്പെട്ടാൽ പകരം മരണശിക്ഷ നൽകുക എന്നതാണ് നിയമം. അത് മാത്രമേ ഞങ്ങൾക്ക് സ്വീകാര്യമാകൂ. വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചത് അപ്രതീക്ഷിതമാണ്. ഞങ്ങളൊരു അനുരഞ്ജനത്തിനും തയ്യാറാവുകയില്ല എന്ന് അവർക്കറിയാമെന്നിരിക്കെ ഈ നടപടി ദൗർഭാഗ്യകരമാണ്. വധശിക്ഷാ തീയതി തീരുമാനിച്ച ശേഷമുള്ള അനുരഞ്ജനം ഒരു തരത്തിലും സാധ്യമല്ല. വധശിക്ഷ നടപ്പാക്കുന്നവരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ശിക്ഷ വൈകുന്നതോ സമ്മർദ്ദമോ ഒരു മാറ്റവും സൃഷ്ടിക്കില്ല. പണം നൽകി രക്തം വാങ്ങാനാവില്ലെന്നും സത്യം മറച്ചുവെക്കാനാകില്ല എന്നും എത്ര തന്നെ വൈകിയാലും കൊലപാതകത്തിനോടുള്ള പ്രതികാരം നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നും അബ്ദുൾ ഫത്താഹ് മെഹ്ദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്യുന്നു. അതിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും ഈ അനുരഞ്ജന നീക്കം സാധ്യമല്ല എന്ന് തന്നെ ഈ കുടുംബം പറയുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കുറിപ്പ് പുറത്തു വരികയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിൻ്റെ പിന്നാലെ ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് നേതൃത്വം വഹിച്ച
സൂഫി പണ്ഡിതനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു, അതായത് ഫോണിൽ സംസാരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് നിലവിലെ സാഹചര്യം അദ്ദേഹം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയും ഒപ്പം തന്നെ ഈ കുടുംബത്തെ മുഴുവൻ അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ, അത്രത്തോളമുള്ള ശ്രമകരമായ ദൗത്യമാണ് ഇത് നിൽക്കുന്നത്. അതായത് അപർണ, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഈ അനുനയിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മറ്റൊന്ന്, ഒപ്പം തന്നെ ഗോത്രവിഭാഗ നേതാക്കളെ അനുനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഗോത്രവിഭാഗം ഇതിന് ആദ്യകാലം മുതൽ തന്നെ എതിരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ ഈ 2 ദിവസത്തെ ചർച്ചകൾ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ കുടുംബവുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സൂഫി മതപണ്ഡിതന്റെ ഇടപെടലോട് കൂടിയാണ് ഇത്തരത്തിലൊരു സാധ്യത കൂടി, അല്ലെങ്കിൽ കുടുംബവുമായി ഒരു ചർച്ച നടത്താനുള്ള സാധ്യത കൂടി വഴിയൊരുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയിൽ കുടുംബത്തിലെ ഒരു വിഭാഗം ആളുകൾ ഇതിനോട് ഒരു അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദിയാദനം സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്തു. ആക്ഷൻ കൗൺസിൽ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രതിനിധികളും അതേ രീതിയിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തതാണ്. അത് മാത്രമാണ് നിലവിൽ നിൽക്കുന്നത്. മറ്റൊന്ന്, ഈ നടപടി, അതായത് സന ക്രിമിനൽ കോടതിയുടെ നടപടി, ശിക്ഷാവിധി ഇന്ന് നടപ്പാക്കേണ്ടത് നീട്ടിവെക്കുന്നു. അതിലൊരു പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സമയം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന സഹോദരൻ്റെ എന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ അത് ഒട്ടും ആശാവഹമല്ല എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇനിയുള്ള ചർച്ചകൾ ഏത് തരത്തിൽ പോകും? ഒപ്പം തന്നെ ഇന്നത്തെ ചർച്ച, ഇന്ന് 1 മണിക്ക് നടക്കാൻ പോകുന്ന, ഇന്ത്യൻ സമയം 1 മണിക്ക് നടക്കാൻ പോകുന്ന ചർച്ച, ആ മധ്യസ്ഥ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാവും മുന്നോട്ട് വെക്കാൻ പോവുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അതിനോട് ഈ കുടുംബം വഴങ്ങുമോ, അതോ അല്ല ഈ റിപ്പോർട്ട് പറയുന്നത് പോലെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ സഹോദരൻ അബ്ദുൽ ഫത്തലി കുറിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നതെങ്കിൽ ഒരുപക്ഷേ മോചനവും ഒപ്പം തന്നെ ഈ ശിക്ഷാവിധി റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പിന്നാക്കം പോകും, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷകൾ മങ്ങുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും നാനാം കോണിൽ മിഥുൻ, ഇതിൽ യമനിലുള്ള സൂഫി പണ്ഡിതരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തുക, അതാണല്ലോ ഡയറക്റ്റ് ആയിട്ട്, അതോ ദലാലിന്റെ കുടുംബം തന്നെ ഈ ചർച്ചയിൽ പരിപൂർണമായിട്ട് പങ്കെടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു മീഡിയേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങൾക്ക് വരുന്നു? ഇതിനുള്ള സ്ഥിരീകരണമൊക്കെ ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ചർച്ചയിൽ ഒരു അനുകൂലമായിട്ടൊരു നിലപാടുണ്ടായത് കൊണ്ടാണ് ഈ ശിക്ഷ നീട്ടിവെക്കാൻ എങ്കിലും അതിലേക്കെങ്കിലും കാര്യങ്ങൾ കടന്നത്. പിന്നീട് ഈ ദിയാദനം സ്വീകരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അപ്പോൾ ആദ്യത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിറകോട്ട് പോകുന്നു എന്നുള്ളൊരു സൂചന തലാലിൻ്റെ സഹോദരൻ്റെ അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ കണക്കാക്കണോ, അതോ അത് ഒരു പക്ഷേ സഹോദരൻ മാത്രം എടുത്തൊരു തീരുമാനമാകാം, ചിലപ്പോൾ കൂടുതൽ കുടുംബാംഗങ്ങൾ അങ്ങനെ അല്ലാത്തൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടോ? അതിൽ ചർച്ചകൾ തുടരുകയാണ് എന്നുള്ളിടത്ത് ചർച്ചകൾക്കുള്ള വഴി അടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സുവ്യക്തമാണല്ലോ. അപർണ, അതിലൊരു കാര്യം, തുടക്കം മുതൽ തന്നെ ഈ തലാലിന്റെ സഹോദരൻ ഇതിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു, എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഞാൻ തിരികെ എത്താം.